ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് കിട്ടുന്ന ഓരോ സന്തോഷങ്ങളും എങ്ങനെ ഇല്ലാതാക്കാമെന്നത് സാത്താൻ്റെ ഒരു ജോലിയാണ്. ചിലരുടെ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷമുണ്ടെങ്കിലും അവർക്കത് അനുഭവിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വച്ചാൽ അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കാര്യം ഓർമ്മിപ്പിച്ച് പിശാച് ഇപ്പോഴുള്ള സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. സാത്താൻ്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നാം സന്തോഷിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല. പക്ഷേ ദൈവത്തിന് നമ്മൾ സന്തോഷിച്ച് സമാധാനമായി സുഖമായി ഇരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കും. പക്ഷേ സഹനങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ പിറുപിറുക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ എവിടെയാണ് ദൈവസ്നേഹം ഇരിക്കുന്നത്? അനുഗ്രഹങ്ങൾ കിട്ടിയാലും സഹനങ്ങൾ കിട്ടിയാലും ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ നമ്മൾക്ക് ശീലിക്കാം. അപ്പോഴാണ് യഥാർത്ഥ ദൈവഭക്തിയും ദൈവസ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് ജോബിനെ കുറിച്ച് കുറച്ചു നേരം ചിന്തിക്കാം. ജോബിനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ദൈവഭക്തിയും നിഷ്കളങ്കനും നീതിനിഷ്ഠനും എന്നാണ്. ഒത്തിരി മക്കളും സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവവും സാത്താനും ഒരുമിച്ച് ജോബിനെ കാണാൻ വരുന്നത്. സാത്താനോട് കർത്താവ് പറയുകയാണ്, നീ എൻ്റെ ജോബിനെ കണ്ടോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ? അപ്പോൾ സാത്താൻ അസൂയയോടെ കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നു. ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുകയല്ലേ? അവന് എന്തെങ്കിലും അനർത്ഥമോ ആപത്തോ വന്നാൽ അവൻ്റെ തനി സ്വഭാവം അറിയാം. ഉടനെ കർത്താവ് സാത്താനോട് പറയുകയാണ്, അവനുള്ള സകലത്തിൻ്റെ മേലും ഞാൻ നിനക്ക് അധികാരം തരുന്നു. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ഇത് കേട്ട് സാത്താൻ അവിടെ നിന്നും പോയി. പിന്നീട് അവിടെ നടന്നത് ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ജോലിക്കാരെ കൊന്നു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, മക്കളെല്ലാം കൂട്ടത്തോടെ മരിച്ചുപോയി. ഇതെല്ലാം കേട്ട ജോബ് പറഞ്ഞത്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ജോബിൻ്റെ ഭാര്യ പറയുന്നതും കൂട്ടുകാർ പറയുന്നതും എല്ലാം ദൈവം കേൾക്കുകയാണ്. ജോബിൻ്റെ ദൈവസ്നേഹം കണ്ട് ജോബിന് ദൈവം എല്ലാം ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ഒരു നിഷ്കളങ്കമായ സ്നേഹമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് ചോദിച്ചു വാങ്ങാം. പ്രിയമുള്ളവരെ, നമുക്കൊരു ചെറിയ സഹനം വരുമ്പോഴേക്കും നമ്മൾ തകർന്ന് ദൈവത്തെ പഴിച്ച് പ്രാർത്ഥന ആദ്യം നിർത്തും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. സഹനങ്ങളിൽ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും ധൈര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ 2025 എല്ലാവരും നന്നായി വചനം വായിക്കുക. കിട്ടുന്ന സമയത്തെല്ലാം ജപമാല ചൊല്ലുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും സാധിക്കുന്നവരെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക. വിശുദ്ധ ബലിയുടെ എല്ലാ പ്രാധാന്യവും ഓരോ ക്രിസ്ത്യാനികളും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.